നമസ്കാരം. പോസ്റ്റ് മിറർ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നന്ദഗോവിന്ദം ഭജൻസിൽ വേമ്പിൻകുളങ്ങര അമ്പലത്തിൽ ഭജന പാടിക്കൊണ്ടിരുന്ന സമയത്ത് ക്രൈസ്തവ ഗാനം പാടി എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നമുണ്ടാക്കി. അത് ശശികല ഏറ്റെടുക്കുകയും RSS സംഘടനകളെ ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം മഹാനായ നമ്മുടെ ഷാജൻ സക്കറിയ മറുനാടൻ മലയാളി പറഞ്ഞു, ഇവിടെ കണമല പള്ളിയിൽ ഗാനമേള നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പള്ളിക്കെട്ട് പാടി. ഇപ്പോൾ ഇന്ന് വേറെ ഒരെണ്ണം കണ്ടു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാക്കേണ്ട ഒരു കാര്യമില്ല. ഇത് കേരളമാണ്. ഇവിടെ വർഗീയത പൊലയുന്ന അവസ്ഥയാണ്. ഇവിടെ എല്ലാവരും ഏകത്വത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിപ്പോൾ ഒരു രാഷ്ട്രീയ സംഘടനകളാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, ഞാനിപ്പോൾ താമസിക്കുന്ന കൊത്തല SN പുരം എന്ന് പറയുന്ന സൂര്യനാരായണപുരം അമ്പലം, അവിടെ എല്ലാ ആളുകളും ക്രൈസ്തവരും ഹിന്ദുക്കളും എല്ലാം വരുന്നുണ്ട്. അതുപോലുള്ള ഈ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ അതിനെ ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ അവിടുത്തെ അമ്പലത്തിലെ ഘോഷയാത്ര വരുമ്പം ഇടയ്ക്കാട്ട് കുന്നാലെ പള്ളി, അവിടുത്തെ അച്ഛന്മാർ അവർ ഒക്കെ അതിന് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ മണർകാട് അമ്പലത്തിലെ പത്താമരത്തിൻ്റെ കാര്യങ്ങൾക്ക് പള്ളി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കേരളമാണ്, ഇത് കോട്ടയമാണ്. കോട്ടയത്ത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ആദ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. എല്ലാവരും നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എന്താണ് വർഗീയത എന്നറിയത്തില്ല. നമ്മുടെ കൂടെ പഠിച്ചവരെല്ലാം ക്രൈസ്തവരാകാം, മുസ്ലിങ്ങളാകാം. അന്നൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ വളർന്നു വരുമ്പോഴത്തേനും കുറേ വർഗീയവാദികൾ ഇതിനെതിരെ ശക്തമായ പ്രതിഫലനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വേമ്പൻകുളങ്ങര അമ്പലത്തിൽ ഒരു ഭക്തിഗാനം പാടിയെന്ന് വെച്ച് ആരുടെയും തല പോവുകയില്ല. പക്ഷേ ഞാൻ അവരുടെ ഇതിനകത്ത് ഒരാളുടെ ഫേസ്ബുക്കിനകത്ത് ഞാനും അഭിപ്രായം ഇട്ടു. എന്താണെന്ന് ചോദിച്ചാൽ, അയ്യപ്പനെ അധിക്ഷേപിച്ച് ഒരാൾ അതിനെതിരെ പറയുന്നത് കേട്ടു. അയ്യപ്പൻ എന്ന് പറഞ്ഞ ഹൈന്ദവ വിശ്വാസപ്രകാരം ശബരിമലയിരിക്കുന്ന ധർമ്മശാസ്താവ്, തത്വമസി പറയുന്ന ആൾ, അതിനെയൊക്കെ അധിക്ഷേപിക്കുന്നത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞ് ഞാനൊരു കമൻ്റ് ഇട്ടു. അത് വളരെ മോശമാണ്. ആരെയും നമ്മൾ അധിക്ഷേപിക്കരുത്. ആരെയും അധിക്ഷേപിക്കേണ്ട ആവശ്യം നമുക്കില്ല. എല്ലാ മതങ്ങളും ഒന്നിച്ചാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇപ്പോൾ പുതിയതായി വളർന്നു വന്ന കുറേ സംഘടനകളാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ജയ് ഹിന്ദ്, ജയ് ഭാരത്.